ഓക്കെ, നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഒരു ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഈ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ഉണ്ടായിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഈ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ പോകുന്നത്, ഇപ്പോൾ നമുക്കൊരു 3 പോയിൻറ്റ്സ് ഇരിക്കുന്നു. ഒരു Z1, Z2, Z3, 3 ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ്. ഇതിൻ്റെ ഇമേജ് W=F(Z) അതിൻ്റെ ഇമേജ് W1, W2, W3 എന്നിരിക്കട്ടെ. അപ്പോൾ Z1ൻ്റെ ഇമേജ് W1ഉം Z2ൻ്റെ ഇമേജ് W2ഉം Z3യുടെ ഇമേജ് W3യും. സോ അങ്ങനെ വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഏതാണ്? നീ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടെത്തണം. ആ ട്രാൻസ്ഫോർമേഷനിൽ Z-ൻ്റെ പ്ലേസിൽ Z1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? നിനക്ക് W1 കിട്ടണം. ആ ട്രാൻസ്ഫോർമേഷനിൽ Z-ൻ്റെ പ്ലേസിൽ Z2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? W2 കിട്ടണം. അതുപോലെ Z-ന് പകരം Z3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ W3 കിട്ടണം. സോ ഇങ്ങനെ വരുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താണ്? അതാണ് നമുക്ക് കാണാൻ പോകുന്നത്. അതാണ് ഈ ഏരിയയുടെ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് ആവശ്യമുള്ളത് എന്താണ് എന്താണ് നമ്മുടെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ആ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷന് ഒന്നുകിൽ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ മോബിയസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഓക്കെ, ആ 3 വാക്കും ഓർത്ത് വെച്ചിരുന്നു. സോ ഇവിടെ നമുക്ക് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ, BILINEAR, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ആർ എന്താണ്? മോബിയസ് ട്രാൻസ്ഫോർമേഷൻ, ആർ ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ. സോ ഇങ്ങനെ 3 രീതിയിൽ പറയും. സോ അത് നമുക്ക് എങ്ങനെ നോക്കാം? എന്താണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ നോക്കാം. The transformation W ഒരു ട്രാൻസ്ഫോർമേഷൻ W AZ plus B divided by CZ plus D, AD minus BC not equal to 0 is called the bilinear transformation. Okay, so W AZ plus B divided by CZ plus D. ഇവിടെ എയും ബിയും സിയും ഡിയും ഒരു 4 കോംപ്ലക്സ് നമ്പേഴ്സാണ്. ആ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? AD മൈനസ് BC not equal to 0 ആയിരിക്കണം. സോ ഇങ്ങനെ വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് എന്ത് പറയും? ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഓക്കെ, സോ നമ്മുടെ എയിം നമുക്ക് നേരത്തെ ജസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോഴേ പറഞ്ഞതാണ്. അതിനുവേണ്ടി അത് നമുക്കൊരു ക്രോസ് റേഷ്യോ എന്നൊരു കാര്യം അറിയണം. സോ അടുത്ത് നമുക്ക് നോക്കാം. ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനിഷൻ മനസ്സിലായി കാണും. അതിനെ മോബിയർ ട്രാൻസ്ഫോർമേഷൻ പറയും, അല്ലെങ്കിൽ ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. സോ നമുക്ക് നമ്മുടെ എയിം ഒരു 3 പോയിൻറ്റ്സിൻ്റെ ഇമേജ് അടുത്ത 3 പോയിൻറ്റ്സ് വരുന്ന ആ ട്രാൻസ്ഫോർമേഷൻ എന്തായിരിക്കും? അതാണ് നമുക്ക് കാണുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ. നമ്മൾ അതിനുവേണ്ടി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആവശ്യമുള്ളത് ഒരു ക്രോസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ നോക്കാം. Okay, the cross ratio the cross ratio of 4 distinct points Z1, Z2, Z3, Z4 is denoted by denote ചെയ്യുന്ന സിമ്പിൾ ഇങ്ങനെയാണ്. ഒരു ബ്രാക്കറ്റിനകത്ത് Z1, Z2, Z3, Z4. സോ ഇത്രയും 4 പോയിൻറ്റ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓക്കെ, ആൻഡ് ഈസ് ഡിഫൈൻഡ് ബൈ cross ratio of Z1, Z2, Z3, Z4 ഈക്വൽ ടു, കൺഫ്യൂസ് ആകാതെ ഒത്തിരി എളുപ്പമാണ്. ഈ ഫസ്റ്റ് 2 പോയിൻറ്റിനെ ഫിക്സ് ചെയ്യുക. Z1നെ Z2നെ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്ത ശേഷം ഫസ്റ്റ് എന്ത് ചെയ്യണം? Z1 മൈനസ് Z3 എടുക്കുക. അപ്പോൾ Z1 മൈനസ് Z3 ഇത് ഫോർമുല ആണ്. Z1 മൈനസ് Z3. അടുത്ത നമ്മൾ ഫിക്സ് ചെയ്ത പോയിൻറ്റ് Z2 ആണ്. അടുത്ത പോയിൻറ്റ് കൊടുക്കുക. എന്താണ്? Z2 മൈനസ് Z4 ഇത് ന്യൂമറേറ്ററാണ്. ഡിവൈഡഡ് ബൈ തിരിച്ച് മാറി കൊടുക്കുക. ഇങ്ങനെ Z1 മൈനസ് Z4
ഈ പോയിൻ്റാണ് Z1 ആൾറെഡി Z1 മൈനസ് Z3 ന്യൂമറേറ്ററിൽ എടുത്തു കഴിഞ്ഞ് അതുകൊണ്ട് Z1 മൈനസ് Z4. അടുത്ത നിനക്ക് ക്ലിയറാണ് മനസ്സിലായി കാണും. അടുത്ത എന്ത് കൊടുക്കണം? Z2 മൈനസ് Z3. സോ നമ്മൾ ഫിഗറിൽ ഇടുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ രണ്ടേയും ഫിക്സ് ചെയ്ത ശേഷം ന്യൂമറേറ്റർ, ഇത് ന്യൂമറേറ്ററാണ്. Z1 നിന്നും Z3 പോകും, പിന്നെ Z2 നിന്നും Z4 ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എന്താണ്? Z1 നിന്നും Z4 പോകും, പിന്നെ Z2 നിന്നും Z3 പോകും. വളരെ ക്ലിയറാണ്, നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് ഇതിൻ്റെ ക്രോസ് റേഷ്യോ കാണുന്ന ഫോർമുല ഇതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ക്രോസ് റേഷ്യോയിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇൻഫിനിറ്റി വന്നാലേ ഭയങ്കര പ്രയാസം എന്ന് വിചാരിക്കും. സോ ഇൻഫിനിറ്റി വരികയാണെങ്കിൽ ഒത്തിരി എളുപ്പമാണ്. അതെങ്ങനെ നോക്കാം? ഞാൻ ഒരു പോയിൻ്റ് ഏതെങ്കിലും ഒരു പോയിൻ്റ് ഞാൻ ഇൻഫിനിറ്റി എടുക്കുന്നു. ദ ക്രോസ് റേഷ്യോ ഒരു നോട്ട് ഇമ്പോർട്ടൻ്റ് എടുക്കട്ടെ. ദ ക്രോസ് റേഷ്യോ ഓഫ് ആ ഡിസ്റ്റിങ്ക്റ്റ് പോയിൻ്റ് Z1, Z2, ഒരു ഇൻഫിനിറ്റി, Z4 എന്ന് എടുക്കുന്നു. ഇവിടെ Z3 വരുന്ന ഇടത്തിൽ ഞാൻ ഇൻഫിനിറ്റി ഇട്ട്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താവും നമുക്കറിയാം. ഫസ്റ്റ് എന്താണ്? ഈ രണ്ട് പോയിൻ്റെയും ഫിക്സ് ചെയ്യും, പിന്നെ Z1 നിന്നും Z1 നിന്നും ഈ പോയിന്റിൽ പോകും അല്ലേ? Z1 മൈനസ് ഇൻഫിനിറ്റി, പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? Z2 മൈനസ് Z4, പിന്നെ ഡിവൈഡഡ് ബൈ അടുത്ത എവിടെ പോകും? Z2 നിന്നും Z4 ഫസ്റ്റ് നമുക്ക് എന്തെടുത്ത് Z1 മൈനസ് ഇൻഫിനിറ്റി, Z2 മൈനസ് Z4, അടുത്ത Z1 നിന്നും Z4. സോ Z1 മൈനസ് Z4, പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? Z2 മൈനസ് ഇൻഫിനിറ്റി, Z2 മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, ശരിയാണല്ലോ. Z1 നിന്നും നമുക്ക് Z3 പോയി, Z2 നിന്നും Z4 പോയി. ഇത് രണ്ടും ഫിക്സ് ആണ്. അടുത്ത എന്ത് ചെയ്ത്? Z1 നിന്നും Z4, പിന്നെ Z2 നിന്നും ഇൻഫിനിറ്റിനും. അടുത്ത ഏറ്റവും രസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടറിൽ ഇൻഫിനിറ്റി വരികയാണെങ്കിൽ അത് നമുക്ക് കളയാം. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ദെർഫോർ നമ്മുടെ ആ ക്രോസ് റേഷ്യോ ചേഞ്ച് ആകുന്നത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. എന്താണ് വരുന്നത്? Z2 മൈനസ് Z4 എന്നാവും, ഡിവൈഡഡ് ബൈ Z1 മൈനസ് Z4 എന്നാവും. ഏത് ഫ്രാക്ഷനൊക്കെ പോവും, ഏത് ഫാക്ടർ പോവും? Z1 മൈനസ് ഇൻഫിനിറ്റിയും Z2 മൈനസ് ഇൻഫിനിറ്റിയും പോവും. സോ ഇത് ക്ലിയറായി മനസ്സിലാക്കിയോ? ക്രോസ് റേഷ്യോ വളരെ ക്ലിയറായി മനസ്സിലാക്കുക. ക്രോസ് റേഷ്യോ എടുക്കുന്ന ഫോർമുല എങ്ങനെയാണ് വളരെ ക്ലിയറാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മെയിൻ ഏരിയയിൽ പോകുന്നു. നാം നേരത്തെ പറഞ്ഞില്ലേ ഒരു 3 പോയിൻറ്റ്സ് തരുമ്പോൾ അതിൻ്റെ ഇമേജിങ് തരുമ്പോൾ അതിൻ്റെ ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, അതാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യം ക്ലിയറാണ്. നമ്മളിപ്പോൾ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്രോസ് റേഷ്യോയുടെ ഫോർമുല വളരെ ക്ലിയറാണ്. ഇൻഫിനിറ്റി വരുമ്പോൾ ആ ഫാക്ടർ ഒഴിവാക്കുന്ന കാര്യം ക്ലിയർ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് അടുത്ത ഒരു മെയിൻ ഏരിയയിൽ പോകുന്നു. സോ മെയിൻ ഏരിയ ഇതാണ് ദ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. എക്സാമിൽ ചോദിക്കുന്നതാണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ വിച്ച് മാപ്സ് 3 distinct points Z1, Z2, Z3 onto the distinct points W1, W2, W3 is given by ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ Z1ൻ്റെ ഇമേജ് W1 വരണം, Z2ൻ്റെ ഇമേജ് W2 വരണം, Z3യുടെ ഇമേജ് W3 വരണം. സോ അങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻ എന്താണ്? Z-ന് പകരം Z1 ഇടുമ്പോൾ W1ഉം, Z2 ഇടുമ്പോൾ W2ഉം, Z3 ഇടുമ്പോൾ W3യും വരുന്ന ആ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? അതാണ് നമുക്ക് കാണാൻ പോകുന്നത്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ക്രോസ് റേഷ്യോ ഓഫ് ഇവിടെ ഒരു Z ചേർക്കുക, Z ഇൻറ്റു Z1, Z2, Z3, പിന്നെ ഈക്വൽ ടു അവിടെ നമുക്ക് എന്ത് ചേർക്കണം? W1, W2, W3. ഓക്കെ, ഇതിനെ നമുക്ക് ഈ ക്രോസ് റേഷ്യോ കണ്ട് സിംപ്ലിഫൈ ചെയ്ത് W ഈക്വൽ ടു F(Z) ഫോമിൽ കൊണ്ടുവരും. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എന്താണ്? ലെഫ്റ്റ് സൈഡിൽ W മാത്രം, റൈറ്റ് സൈഡിൽ ഇൻ ടേം ഓഫ് Z കൊണ്ടുവരുന്ന ആ Z-ൽ നീ Z-ൻ്റെ പ്ലേസിൽ Z1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ W1 കിട്ടും, Z2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ W2 കിട്ടും. എത്ര ഇൻട്രസ്റ്റിംഗ് കാര്യം നോക്ക്.
ഒരു 3 പോയിൻറ്റ്സിൻ്റെ ഇമേജ് തന്നിട്ടുണ്ട്. ആ ഇമേജ് കിട്ടുന്ന ഒറിജിനൽ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, അതാണ് ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ വരാതെ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, വളരെ ക്ലിയറായി നോക്കുക.